പ്രിയരെ, എല്ലാ പാഠഭാഗങ്ങളിലെയും അധ്യായങ്ങളിൽ നിന്നുള്ള 4 ഓപ്ഷനുകളോട് കൂടിയ 103 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോഗോസ് പരീക്ഷയ്ക്കും 103 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ആ മാതൃകയിൽ ഓരോ പുസ്തകത്തിൽ നിന്നും 25 വീതം ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരങ്ങൾ OMR ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക. എല്ലാ അധ്യായങ്ങളുടെയും വീഡിയോകൾ ക്രമമായി കണ്ട ശേഷം മാത്രം ഈ ടെസ്റ്റ് ചെയ്യാൻ പരിശ്രമിക്കുക. ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട്. അവസാനം ഉത്തരങ്ങൾ എണ്ണി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. ന്യായാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് എന്തായിട്ടാണ്? എ. ന്യായപാലകർ, ബി. യുദ്ധവീരന്മാർ, സി. രാജാക്കന്മാർ, ഡി. സൈന്യാധിപന്മാർ. 2. താഴെ പറയുന്നവരിൽ ആരാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാന ശത്രുക്കളിൽ പെടാത്തത്? എ. പെരീസിയർ, ബി. കാനാന്യർ, സി. മൊവാബിയർ, ഡി. അമ്മോന്യർ. 3. ആരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് ആരാഞ്ഞത്? എ. മൊവാബിയരോട്, ബി. അമ്മോന്യരോട്, സി. കാനാൻ നിവാസികളോട്, ഡി. അമോര്യരോട്. 4. ബേത്ഷയാൻ, താനാക്ക്, ദോർ, ഇബ്ളയാം, മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ പുറത്താക്കാതിരുന്നത് ആരാണ്? എ. യൂദ, ബി. ബെഞ്ചമിൻ, സി. എഫ്രായിം, ഡി. മനാസെ. 5. അമോര്യരുടെ അതിർത്തി ഏതുവരെയായിരുന്നു? എ. അക്രാബിം കയറ്റം വരെ, ബി. ഹാർഹറേസ് വരെ, സി. കിത്രോൺ വരെ, ഡി. താനാക്ക് വരെ. 6. കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് എവിടേക്കാണ് ചെന്നത്? എ. താബോർ മലയിലേക്ക്, ബി. ബോക്കിമിലേക്ക്, സി. ഷെക്കേമിലേക്ക്, ഡി. ഓഫ്രായിലേക്ക്. 7. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ആരാണ്? എ. ഒത്തിനിയേൽ, ബി. ഏഹൂദ്, സി. ന്യായാധിപന്മാർ, ഡി. ഗിദയോൻ. 8. കർത്താവ് ശേഷിപ്പിച്ച കുറെ ജനതകളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. എ. കാനാന്യർ, ബി. ഹിവ്യർ, സി. സിദോന്യർ, ഡി. അമോന്യർ. 9. എഗ്ലോൻ ആരെയൊക്കെ കൂട്ടിയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത്? എ. അമോന്യരെയും അമലേക്യരെയും, ബി. ഫിലിസ്ത്യരെയും കാനാന്യരെയും, സി. അമോര്യരെയും അമലേക്യരെയും, ഡി. സിദോന്യരെയും ജെബ്യൂസ്യരെയും. 10. ഷങ്കാറിൻ്റെ പിതാവ് ആരായിരുന്നു? എ. ലെപ്പിദോത്ത്, ബി. ഗേര, സി. അനാത്ത്, ഡി. യോവാഷ്. 11. സിസേറ എത്ര വർഷമാണ് ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചത്? എ. 10 വർഷം, ബി. 18 വർഷം, സി. 20 വർഷം, ഡി. 40 വർഷം. 12. ഹസോർ ഭരണാധികാരി ആരായിരുന്നു? എ. സിസേറ, ബി. എഗ്ലോൺ, സി. സേബ്, ഡി. യാബീൻ. 13. ബാറക് സിസേറയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഏതുവരെയാണ് അനുധാവനം ചെയ്തത്? എ. താബോർ മല വരെ, ബി. ഹറോഷത്ത് ഹഗോയിങ് വരെ, സി. കിഷോൻ നദിക്കര വരെ, ഡി. ജോർദാൻ കടവ് വരെ. 14. കർത്താവ് സീറിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും ഏതോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോഴും സംഭവിക്കാത്തത് എന്താണ്? എ. സീനായ് മല കുലുങ്ങി, ബി. പർവ്വതങ്ങൾ വിറപൂണ്ടു, സി. ഭൂമി കുലുങ്ങി, ഡി. കൊടുങ്കാറ്റുണ്ടായി. 15. ജോർദാൻ അപ്പുറം തങ്ങിയതാരാണ്? എ. ദാൻ, ബി. ഗിലെയാദ്, സി. സെബുലൂൺ, ഡി. ഇസാക്കർ. 16. ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത്?
എ അമലേക്യർ നിമിത്തം, ബി അമോരിയർ നിമിത്തം, സി മിതിയാൻ നിമിത്തം, ഡി പൗരസ്ത്യർ നിമിത്തം. 17 ഗിദെയോൻ കർത്താവിന് പണിത ബലിപീഠമായ യാഹ്വേ ഷലവും ഇന്നും എവിടെയാണുള്ളത്? എ ഷെക്കമിൽ, ബി താബോറിൽ, സി കേദഷിൽ, ഡി ഓഫ്രായിൽ. 18 മിതിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് താവളമടിച്ചത് എവിടെയാണ്? എ ജസ്രയേൽ താഴ്വരയിൽ, ബി താവോർ മലയിൽ, സി എഫ്രായിം മലയിൽ, ഡി ഓഫ്രായിൽ. 19 മനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആഷേർ, സെബുലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും ഗിദെയോൻ ആരെയാണ് അയച്ചത്? എ ഭൃത്യന്മാരെ, ബി ദൂതന്മാരെ, സി സന്ദേശവാഹകരെ, ഡി പരിചാരകരെ. 20 വടക്ക് മോറിയാക്കുന്നിൻ്റെ താഴ്വരയിൽ താവളമടിച്ചത് ആരാണ്? എ ഗിദെയോനും സംഘവും, ബി മിതിയാൻ, സി അമോരിയർ, ഡി അമലേക്യർ. 21 ബത്ബാറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കിയത് ആരാണ്? എ നഫ്താലി, ബി ആഷേർ, സി എഫ്രായിം, ഡി മനാസെ. 22 സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോടുകൂടെ എവിടെയാണ് താവളമടിച്ചത്? എ സുക്കോത്തിൽ, ബി പെനുവേലിൽ, സി മോറിയാക്കുന്നിൽ, ഡി കാർക്കോറിൽ. 23 മലമുകളിൽ അബിമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് ആരാണ്? എ ഷെക്കേം നിവാസികൾ, ബി ഓഫ്ര നിവാസികൾ, സി കുറേ ചട്ടമ്പികൾ, ഡി സെബൂൾ. 24 തോലായുടെ ഗോത്രമേതാണ്? എ സെബുലൂൺ ഗോത്രം, ബി എഫ്രായിം ഗോത്രം, സി ആഷേർ ഗോത്രം, ഡി ഇസാക്കർ ഗോത്രം. 25 ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അധ്യായവും വാക്യവും ഏതാണ്? എ ന്യായാധിപന്മാർ 10:3, ബി ന്യായാധിപന്മാർ 10:5, സി ന്യായാധിപന്മാർ 10:8, ഡി ന്യായാധിപന്മാർ 10:10. 26 ഭോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ്? എ സ്വപ്നങ്ങൾ, ബി ഭാവന, സി ചിന്തകൾ, ഡി നിമിത്തം. 27 ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? എ ദൈവഭക്തൻ്റെ, ബി വിദ്യാസമ്പന്നൻ്റെ, സി അനുഭവസമ്പന്നൻ്റെ, ഡി വിനീതൻ്റെ. 28 ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? എ പാപികളുടെ, ബി ദൈവഭക്തിയില്ലാത്തവൻ്റെ, സി നിയമനിഷേധകൻ്റെ, ഡി ഹൃദയശുദ്ധിയില്ലാത്തവൻ്റെ. 29 കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? എ സമാധാന ബലിക്ക് തുല്യം, ബി ധാന്യബലിക്ക് തുല്യം, സി പാപപരിഹാര ബലിക്ക് തുല്യം, ഡി കൃതജ്ഞതാ ബലിക്ക് തുല്യം. 30 ആരുടെ പ്രാർത്ഥനയാണ് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനല്ലാത്തത്? എ നീതിമാന്റെ പ്രാർത്ഥന, ബി വിനീതന്റെ പ്രാർത്ഥന, സി ദൈവഭക്തന്റെ പ്രാർത്ഥന, ഡി വിധവയുടെ പ്രാർത്ഥന. 31 മനുഷ്യന്റെ പ്രവൃത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ചും അവിടുന്ന് എന്താണ് നൽകുന്നത്? എ അനുഗ്രഹം, ബി സമ്പത്ത്, സി ദൈവകൃപ, ഡി പ്രതിഫലം. 32 ആർക്കെതിരെ കരമുയർത്തണമെന്നാണ് പ്രഭാഷകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? എ ദുഷ്ടന്മാർക്കെതിരെ, ബി പാപികൾക്കെതിരെ, സി നിയമനിഷേധകർക്കെതിരെ, ഡി അന്യജനതകൾക്കെതിരെ. 33 കർത്താവിൻ്റെ വിശ്രമ സങ്കേതം ഏതാണ്? എ സിയോൻ, ബി ജെറുസലേം, സി സീനായ്, ഡി കാനാൻ ദേശം. 34 കുടിലബുദ്ധി വിതയ്ക്കുന്നത് എന്താണ്? എ അസൂയ, ബി ദുഃഖം, സി കലഹം, ഡി വഞ്ചന. 35 ആരുടെ അവകാശമാണ് മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന്
പ്രഭാഷകൻ കർത്താവിനോട് അപേക്ഷിക്കുന്നത്? എ. യാക്കോബിൻ്റെ ഗോത്രങ്ങളുടെ, ബി. ഇസ്രായേൽ ഗോത്രങ്ങളുടെ, സി. അഹ്റോന്റെ ഗോത്രങ്ങളുടെ, ഡി. യൂദാ ഗോത്രങ്ങളുടെ. 36. കാരുണ്യവും ദൈവഭക്തിയും അനുഗ്രഹത്തിൻ്റെ എന്തുപോലെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ഇളം തളിർ പോലെ, ബി. പുഞ്ചിരി പോലെ, സി. ഉദയസൂര്യനെ പോലെ, ഡി. ആരാമം പോലെ. 37. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എങ്ങനെയുള്ള ദുഃഖമാണ്? എ. മരണതുല്യമായ ദുഃഖം, ബി. ലൗകികമായ ദുഃഖം, സി. ദൈവികമായ ദുഃഖം, ഡി. താങ്ങാനാവാത്ത ദുഃഖം. 38. ലക്ഷ്യം വെളിപ്പെടുത്താൻ പാടില്ലാത്തത് ആരോടാണ്? എ. ശത്രുവിനോട്, ബി. അസൂയാലുവിനോട്, സി. വിദ്വേഷിയോട്, ഡി. അലസനോട്. 39. എന്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുതെന്നാണ് പ്രഭാഷകൻ 37:29 പറയുന്നത്? എ. വിരുന്നിൽ, ബി. ഭോജനത്തിൽ, സി. ആഡംബരത്തിൽ, ഡി. സമ്പത്തിൽ. 40. വൈദ്യനെ നിയോഗിച്ചത് ആരാണ്? എ. ദൈവം, ബി. രാജാവ്, സി. അത്യുന്നതൻ, ഡി. കർത്താവ്. 41. കർത്താവ് നൽകിയ സിദ്ധി ഉപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നത് ആരാണ്? എ. രാജാവ്, ബി. മനുഷ്യൻ, സി. ഔഷധ നിർമ്മാതാവ്, ഡി. ബുദ്ധിമാൻ. 42. കരവിരുതിനെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവർ പ്രയോഗിക്കുന്നില്ലാത്തത് എന്താണ്? എ. വിധി പ്രസ്താവം, ബി. ആപ്തവാക്യങ്ങൾ, സി. അനുശാസനം, ഡി. അധികാരം. 43. ജീവിതാന്തം ഓർത്ത് അകറ്റിക്കളയേണ്ടത് എന്താണ്? എ. ദുഃഖം, ബി. വേദന, സി. പാപം, ഡി. ജീവിതഭാരം. 44. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ വിലമതിക്കുന്നത് എന്താണ്? എ. അന്യരുടെ വാക്ക്, ബി. വിശ്രുതരുടെ വാക്ക്, സി. ദൈവഭക്തരുടെ വാക്ക്, ഡി. നീതിമാന്റെ വാക്ക്. 45. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അത്യുന്നതന്റെ മുൻപിൽ അർപ്പിക്കുന്നത് എന്താണ്? എ. കാഴ്ചകൾ, ബി. ബലികൾ, സി. പ്രാർത്ഥനകൾ, ഡി. യാചനകൾ. 46. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ തിന്മയായി പരിണമിക്കുന്നത് ആർക്കാണ്? എ. ശത്രുക്കൾക്ക്, ബി. ദൈവഭയമില്ലാത്തവർക്ക്, സി. പാപികൾക്ക്, ഡി. ദുഷ്ടർക്ക്. 47. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെയും, രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും എത്ര കാര്യങ്ങളിലാണ് അധീനരായിത്തീരുന്നത്? എ. 5 കാര്യങ്ങളിൽ, ബി. 7 കാര്യങ്ങളിൽ, സി. 8 കാര്യങ്ങളിൽ, ഡി. 10 കാര്യങ്ങളിൽ. 48. ധനവും ബലവും എന്തിനെ ഉത്തേജിപ്പിക്കുന്നുവെന്നാണ് പ്രഭാഷകൻ 40:26 പറയുന്നത്? എ. ഹൃദയത്തെ, ബി. ജീവിതത്തെ, സി. ജീവനെ, ഡി. ദൈവഭക്തിയെ. 49. ആരാണ് സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരത്തെക്കാളും വിലമതിക്കപ്പെടുന്നത്? എ. ജ്ഞാനതൃഷ്ണ, ബി. ഇമ്പമുള്ള മനുഷ്യസ്വരം, സി. പ്രസന്നതയും സൗന്ദര്യവും, ഡി. നിഷ്കളങ്കയായ ഭാര്യ. 50. ദൈവഭക്തിയില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ഇതിൻ്റെ അധ്യായവും വാക്യവും എഴുതുക. എ. പ്രഭാഷകൻ 40:5, ബി. പ്രഭാഷകൻ 40:8, സി. പ്രഭാഷകൻ 40:10, ഡി. പ്രഭാഷകൻ 40:15. 51. സുവിശേഷ വേലക്കായി അയക്കുന്നതിന് മുമ്പായി ആരുടെ മേലാണ് അപ്പസ്തോലന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? എ. പിശാചുക്കളുടെ മേൽ, ബി. ദുഷ്ടാത്മാക്കളുടെ മേൽ, സി. ദുരാത്മാക്കളുടെ മേൽ, ഡി. സാത്താന്റെ മേൽ. 52. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് ആരെന്നാണ് വിശുദ്ധ ലൂക്ക 9:9 പറയുന്നത്? എ. പത്രോസ്, ബി. യോഹന്നാൻ, സി. ഹേറോദേസ്, ഡി. സക്കറിയ.
53. യേശു അപ്പം വർദ്ധിപ്പിച്ചത് ഏത് പ്രദേശത്തിൽ വെച്ചാണ്? എ. ജെറുസലേമിൽ വെച്ച്, ബി. യൂദയായിൽ വെച്ച്, സി. കഫർനാമിൽ വെച്ച്, ഡി. ബേത്സയിദായിൽ വെച്ച്. 54. പീഠാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനത്തിന് ശേഷം ഏകദേശം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു രൂപാന്തരപ്പെട്ടത്? എ. 3 ദിവസങ്ങൾ, ബി. 5 ദിവസങ്ങൾ, സി. 8 ദിവസങ്ങൾ, ഡി. 12 ദിവസങ്ങൾ. 55. രൂപാന്തരീകരണത്തിന് ശേഷം യേശു ചെയ്ത ആദ്യ അത്ഭുതം ഏതാണ്? എ. അപ്പം വർദ്ധിപ്പിച്ചു, ബി. പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി, സി. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തി, ഡി. മഹോദര രോഗിയെ സുഖപ്പെടുത്തി. 56. ജെറുസലേമിലേക്ക് പോകും വഴി യേശു ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞത് ആരോടാണ്? എ. പത്രോസിനോട്, ബി. യോഹന്നാനോട്, സി. വേറൊരുവനോട്, ഡി. മറ്റൊരുവനോട്. 57. എന്തൊക്കെ കൊണ്ടുപോകരുതെന്നാണ് യേശു തിരഞ്ഞെടുത്ത 72 പേരോടും പറഞ്ഞത്? എ. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ, ബി. വടിയോ സഞ്ചിയോ അപ്പമോ പണമോ, സി. മടിശീലയോ അപ്പമോ വടിയോ, ഡി. വടിയോ സഞ്ചിയോ അപ്പമോ. 58. വിശുദ്ധ ലൂക്കാ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ യേശു പറഞ്ഞ ആദ്യ ഉപമ ഏതാണ്? എ. കാണാതായ ആടിൻ്റെ ഉപമ, ബി. അത്തിമരത്തിൻ്റെ ഉപമ, സി. ഭോഷനായ ധനികൻ്റെ ഉപമ, ഡി. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. 59. യേശു മർത്തായുടെ വീട്ടിലായിരിക്കുമ്പോൾ മർത്ത എന്തിൽ മുഴുകിയാണ് വ്യഗ്രചിത്തയായിരുന്നത്? എ. പലവിധ ശുശ്രൂഷകളിൽ, ബി. പലവിധ ജോലികളിൽ, സി. നിരവധി പ്രയാസങ്ങളിൽ, ഡി. നിരവധി തൊഴിലുകളിൽ. 60. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആരെയാണ്? എ. ജനക്കൂട്ടത്തെ, ബി. ചുങ്കക്കാരെ, സി. ശിഷ്യന്മാരെ, ഡി. ഫരിസേയരെ. 61. അർദ്ധരാത്രിയിൽ അപ്പം ചോദിച്ചു വരുന്നവന് സ്നേഹിതൻ എന്ന പേരിൽ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ എന്ത് നിമിത്തം അവന് വേണ്ടത് നൽകുമെന്നാണ് യേശു പറഞ്ഞത്? എ. സഹതാപം നിമിത്തം, ബി. നിർബന്ധം നിമിത്തം, സി. സ്നേഹം നിമിത്തം, ഡി. കരുണ നിമിത്തം. 62. നിരവേക്കാർക്ക് അടയാളമായിരുന്നത് ആരാണ്? എ. മോശ, ബി. ജോഷുവ, സി. യാക്കോബ്, ഡി. യോന. 63. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു പറയാൻ തുടങ്ങിയത് ആരോടാണ്? എ. ജനക്കൂട്ടത്തോട്, ബി. ശിഷ്യരോട്, സി. ഫരിസേയരോട്, ഡി. ചുങ്കക്കാരോട്. 64. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം ഡാഷ് ധന്യമാകുന്നത് എ. സമ്പത്ത് കൊണ്ടല്ല, ബി. ആനന്ദം കൊണ്ടല്ല, സി. സമൃദ്ധി കൊണ്ടല്ല, ഡി. ധനം കൊണ്ടല്ല. 65. ശിഷ്യരുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവൻ എന്ന് പറയുന്ന യേശു എന്ത് കരുതി വയ്ക്കാനാണ് ശിഷ്യരോട് പറയുന്നത്? എ. പഴകിപ്പോകാത്ത വസ്ത്രം, ബി. അനശ്വരമായ ധനം, സി. പഴകിപ്പോകാത്ത പണസഞ്ചികൾ, ഡി. നശിച്ചു പോകാത്ത സമ്പത്ത്. 66. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? എ. 15 പേർ, ബി. 18 പേർ, സി. 20 പേർ, ഡി. 25 പേർ. 67. കൂനുള്ള സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയത് എവിടെ വച്ചാണ്? എ. ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്, ബി. വിജനപ്രദേശത്ത് വെച്ച്, സി. ദേവാലയത്തിൽ വെച്ച്, ഡി. സിനഗോഗിൽ വെച്ച്. 68. കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചതാരാണ്? എ. പത്രോസ്, ബി. ഒരുവൻ, സി. യോഹന്നാൻ, ഡി. മറ്റൊരുവൻ. 69. യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവനോട് യേശു പറഞ്ഞ ഉപമ ഏതാണ്? എ. വിരുന്നിൻ്റെ ഉപമ, ബി. അതിഥിക്കും ആതിഥേയനും ഉപദേശം, സി. ധൂർത്തപുത്രൻ്റെ ഉപമ, ഡി. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ.
70 തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും യേശുവിൻ്റെ ആരാകാൻ സാധ്യമല്ലെന്നാണ് യേശു പറഞ്ഞത്. എ അനുയായിയാകാൻ, ബി അപ്പസ്തോലനാകാൻ, സി ശിഷ്യനാകാൻ, ഡി സഹോദരനാകാൻ. 71 സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചെന്നാണ് യേശു ഫരിസേയരോടും നിയമജ്ഞരോടും പറഞ്ഞത്. എ ദൈവഭക്തരെക്കുറിച്ച്, ബി നീതിമാന്മാരെക്കുറിച്ച്, സി നന്മ ചെയ്യുന്നവരെക്കുറിച്ച്, ഡി അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. 72 പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ ഇളയ പുത്രൻ ചെന്നപ്പോൾ മൂത്ത പുത്രൻ എവിടെയായിരുന്നു? എ വീട്ടിൽ, ബി വയലിൽ, സി വിജനപ്രദേശത്ത്, ഡി പട്ടണത്തിൽ. 73 ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് എപ്പോൾ മുതലാണ്? എ മോശയ്ക്ക് ശേഷം, ബി ഏലിയായ്ക്ക് ശേഷം, സി യോഹന്നാന് ശേഷം, ഡി യേശുവിന് ശേഷം. 74 യേശു പഠിപ്പിച്ച പ്രാർത്ഥന വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ അല്ലാതെ കാണുന്ന മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? എ വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, ബി വിശുദ്ധ മർക്കോസ് 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, സി വിശുദ്ധ മത്തായി 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, ഡി വിശുദ്ധ മത്തായി 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 75 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂക്കാ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഉപമ ഏതാണ്? എ കാണാതായ ആടിൻ്റെ ഉപമ, ബി ധൂർത്തപുത്രൻ്റെ ഉപമ, സി വിരുന്നിൻ്റെ ഉപമ, ഡി കടുകുമണിയും പുളിമാവും ഉപമ. 76 ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും എന്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എ ദൈവഭയത്തിൽ, ബി ദൈവസ്നേഹത്തിൽ, സി ദൈവകൃപയിൽ, ഡി ദൈവകരുണയിൽ. 77 എവിടെ ചെന്നപ്പോൾ പോലും തങ്ങൾക്ക് വിശ്രമമില്ലായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എ അക്കായിയായിൽ, ബി കോരിന്തോസിൽ, സി മക്കേദോനിയായിൽ, ഡി ജെറുസലേമിൽ. 78 ദൈവികമായ ഈ ദുഃഖം കോരിന്തോസുകാരിലെല്ലാം ഉളവാക്കിയിരിക്കുന്നതായി പൗലോസ്ലീഹ 7-ാമത് പറഞ്ഞതെന്താണ്? എ ധാർമ്മിക രോഷം, ബി ആകാംക്ഷ, സി നീതിവാഞ്ച, ഡി നിഷ്കളങ്കത. 79 ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കേദോനിയക്കാരുടെ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് എന്തെല്ലാമാണ്? എ സ്നേഹവും സന്തോഷവും, ബി സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും, സി നീതിവാഞ്ചയും നന്മയും, ഡി കരുതലും കാരുണ്യവും. 80 താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള എന്താണ് ദൈവം സ്വീകരിക്കുന്നത്? എ ദാനം, ബി കാഴ്ച, സി ബലി, ഡി നേർച്ച. 81 കോരിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ പങ്കുകാരനും സഹപ്രവർത്തകനും ആരെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ മക്കേദോനിയക്കാർ, ബി തീത്തോസ്, സി അപ്പസ്തോലന്മാർ, ഡി വിശുദ്ധർ. 82 എന്താണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ടെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? എ കോരിന്തോസുകാരുടെ വിശ്വാസം, ബി കോരിന്തോസുകാരുടെ സംഭാവന, സി കോരിന്തോസുകാരുടെ തീഷ്ണത, ഡി കോരിന്തോസുകാരുടെ സ്നേഹം. 83 2 കോരിന്തോസ് 9:9 പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? എ ദൈവത്തിൻ്റെ സുവിശേഷം, ബി ദൈവത്തിൻ്റെ നീതി, സി ദൈവത്തിൻ്റെ രാജ്യം, ഡി കർത്താവിൻ്റെ രാജ്യം. 84 എന്തിനു വേണ്ടിയാണ് പൗലോസ്ലീഹ ദൈവത്തിന് സ്തുതി നൽകുന്നത്? എ അവർണ്ണനീയമായ ദാനത്തിന്, ബി മഹത്തായ ദൈവകൃപയ്ക്ക്, സി മഹോന്നതമായ ദൈവകരുണയ്ക്ക്, ഡി അളവറ്റ ദൈവസ്നേഹത്തിന്. 85 2 കോരിന്തോസ് 10:8 പ്രകാരം കോരിന്തോസുകാരെ പടുത്തുയർത്താൻ തങ്ങൾക്ക് കർത്താവ് എന്ത് നൽകിയിരിക്കുന്നു എന്നാണ്
പൗലോസ്ലീഹ പറഞ്ഞത്? എ ശക്തി, ബി അധികാരം, സി കൃപ, ഡി ഉത്തേജനം. 86. ആത്മപ്രശംസ നടത്തുന്നവരെ പൗലോസ്ലീഹ വിളിച്ചതെന്താണ്? എ ഭോഷന്മാർ, ബി ബുദ്ധിശൂന്യർ, സി വിഡ്ഢികൾ, ഡി മണ്ടന്മാർ. 87. സ്വീകാര്യനായി പൗലോസ്ലീഹ പറയുന്നത് ആരെയാണ്? എ കർത്താവ് സ്നേഹിക്കുന്നവനെ, ബി കർത്താവ് പ്രശംസിക്കുന്നവനെ, സി ദൈവം അനുഗ്രഹിക്കുന്നവനെ, ഡി ദൈവം കരുതുന്നവനെ. 88. കോരിന്തോസുകാർ ഇപ്പോൾ തന്നെ പൗലോസ്ലീഹായോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 11:1 പറയുന്നത്? എ സ്നേഹം, ബി സഹിഷ്ണുത, സി കരുണ, ഡി കരുതൽ. 89. പൗലോസ്ലീഹ പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത് എന്താണ്? എ ദൈവത്തിൻ്റെ സുവിശേഷം, ബി ക്രിസ്തുവിൻ്റെ സുവിശേഷം, സി സ്വർഗത്തിൻ്റെ സുവിശേഷം, ഡി രക്ഷയുടെ സുവിശേഷം. 90. 2 കോരിന്തോസ് 11:23 പ്രകാരം പൗലോസ്ലീഹ പലതവണ എന്തിലാണ് അകപ്പെട്ടത്? എ മരണാപകടത്തിൽ, ബി മരണഭീതിയിൽ, സി മരണവക്ത്രത്തിൽ, ഡി മരണവേദനയിൽ. 91. പൗലോസ്ലീഹായിൽ കാണുകയും തന്നിൽ നിന്ന് അധികമായി ആരും തന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് പൗലോസ്ലീഹ ഒഴിവാക്കുന്നത് എന്താണ്? എ ലൗകിക സുഖങ്ങൾ, ബി ആത്മപ്രശംസ, സി ആഡംബരങ്ങൾ, ഡി അസൂയ. 92. 2 കോരിന്തോസ് 12:10 ക്രിസ്തുവിനെ പ്രതി പൗലോസ്ലീഹ സന്തുഷ്ടനാണെന്ന് പറയുന്നവയിൽ ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. എ ബലഹീനതകളിൽ, ബി ആക്ഷേപങ്ങളിൽ, സി സഹനങ്ങളിൽ, ഡി പീഡനങ്ങളിൽ. 93. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് പൗലോസ്ലീഹ എന്തു ചെയ്യുന്നു? എ ഭയപ്പെടുന്നു, ബി കരയുന്നു, സി ദുഃഖിക്കുന്നു, ഡി വേദനിക്കുന്നു. 94. കോരിന്തോസുകാരോട് പെരുമാറുമ്പോഴാകട്ടെ തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എങ്ങനെ ജീവിക്കുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ക്രിസ്തുവിൻ്റെ ശക്തി കൊണ്ട്, ബി കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്, സി ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, ഡി ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ. 95. തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും കോരിന്തോസുകാർ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:7 പറയുന്നത്? എ സുവിശേഷം പ്രസംഗിക്കണം, ബി കാരുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, സി പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യണം, ഡി നന്മ പ്രവർത്തിക്കണം. 96. 2 കോരിന്തോസ് 13:12 പ്രകാരം ആരാണ് കോരിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നത്? എ അപ്പസ്തോലന്മാരെല്ലാവരും, ബി വിശുദ്ധരെല്ലാവരും, സി വിശ്വാസികളെല്ലാവരും, ഡി സഹോദരരെല്ലാവരും. 97. തങ്ങൾ ബലഹീനരും കോരിന്തോസുകാർ എങ്ങനെ ആയിരിക്കുമ്പോഴുമാണ് തങ്ങൾ സന്തോഷിക്കുന്നതെന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:9 പറയുന്നത്? എ ശക്തിയുള്ളവരായി, ബി വിശുദ്ധിയുള്ളവരായി, സി ബലവാന്മാരായി, ഡി വിശ്വാസികളായി. 98. തങ്ങളെ എങ്ങനെ കരുതുന്ന ചിലരുണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ വിഡ്ഢികളായി, ബി ഭോഷന്മാരായി, സി മണ്ടന്മാരായി, ഡി ജഡികന്മാരായി. 99. എപ്രകാരമാണ് പൗലോസ്ലീഹ കോരിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്? എ അതീവ സ്നേഹത്തോടെ, ബി അതീവ സന്തോഷത്തോടെ, സി അതീവ ഇഷ്ടത്തോടെ, ഡി അതീവ ത്യാഗത്തോടെ. 100. ഞാൻ വ്യാജം പറയുകയില്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു. ഇതിൻ്റെ അധ്യായവും വാക്യവും ഏതാണ്? എ 2 കോരിന്തോസ് 11:11, ബി 2 കോരിന്തോസ് 11:20, സി 2 കോരിന്തോസ് 11:25, ഡി 2 കോരിന്തോസ് 11:31. 101. ന്യായാധിപന്മാർ 5:31 വിവരിക്കുക. 102.
പ്രഭാഷകൻ 39:24 വിവരിക്കുക. 103 വിശുദ്ധ ലൂക്കാ സുവിശേഷം 9:62 വിവരിക്കുക.